അമ്മേ, കാവിലമ്മേ, നീ കാക്കണേ. ശേഖര, എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് തടസ്സം നിൽക്കാൻ നിന്റെ കൈകളുണ്ടാവരുത്. അതുകൊണ്ട് ഞാനിത് എടുക്കുക. പകയുടെ പ്രണയത്തിൻ്റെ ദേവാസുര യുദ്ധകഥ. പുതിയ അരങ്ങിൽ ആട്ടവിളക്ക് തെളിയുമ്പോൾ വേഷങ്ങൾക്ക് ആസുരകാലത്തിൻ്റെ രൗദ്രതയേറുന്നു. വാൾമുനകളിൽ ചോരയും കണ്ണീരും തിളങ്ങുന്നു. മലയാളത്തിൻ്റെ മനസ്സിൽ കൽവിളക്കായി കത്തി നിൽക്കുന്ന കഥയുടെ രണ്ടാമംഗം തുടങ്ങുകയാണ്. കൗണ്ടർ വന്നു. വണക്കം കൗണ്ടറെ. വണക്കം. വളരെ നേരമായി വെയിറ്റ് ചെയ്യുന്നു അല്ലേ? സോറി. നോ പ്രോബ്ലം. വന്നാട്ടെ. குருசாமி, இவர் யாரு? இவர் தான் புருஷோத்தம சாரு. எல்லாரும் எம்பின்னு கூப்பிடுவாங்க. இன்னல கூட போன் செய்தில்லே, அது இவர் தான். தெரியும்டா. நான் சக்திவேல் கவுண்டர். എന്റെ പാർട്ണറാ രാജേന്ദ്രൻ, പാലക്കാടാ. അവിടെ രാജേന്ദ്രൻ മുതലാളി എന്ന് പറഞ്ഞാൽ ആരും അറിയും. എന്റെ അമ്മ വീട് പാലക്കാട് കൊല്ലങ്കോട്. വൈഫ് ചിറ്റു, ഹാഫ് മലയാളി തന്നെ. രാജേന്ദ്രൻ, ഇതാണ് ഗൗണ്ടറുടെ സ്ഥലം. ഈ ലെഫ്റ്റിൽ കാണുന്നത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രൊപ്പോസ്ഡ് സൈറ്റ്. വലത് ഭാഗത്ത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാ. വില കൗണ്ടർ ഓവറാ ചോദിക്കുന്നത്. யாரையும் காணுமே. எங்க போச்சுமா?
നിയറസ്റ്റ് ടൗണിൽ പോണം. ടൗൺ. ഹലോ കുരുസാമിയാണ്, അമ്മ വണ്ടിയിൽ ഏറിയച്ച്. ഓക്കെ. அம்மா அவங்க இடம் வந்தாச்சு, இறங்குமா. ஆப் பாயிண்ட் போட்டேன், அம்மா வழி விடுங்க, இறங்குமா. ഏയ് ലുക്ക്, എനിക്ക് ടൗണിലാ പോണ്ടത്. ടു എനി നിയറസ്റ്റ് ടൗൺ, നോട്ട് ഹിയർ. ഇവിടെയല്ല, ടൗൺ ടൗൺ. சும்மா டைம் வேஸ்ட் பண்ணாதம்மா. ரைட். ഏയ് ഏയ് സ്റ്റോപ്പ്. സ്റ്റോപ്പ്. കേരളാവിലെ ഇരുന്ന് ഹാഫ് പാൻറ് പോട്ട ഒരു ഡോക്ടറെ കിഡ്നാപ്പ് പണിയാச்சு. കുത്തടി പുടവ ചുറ്റടി ചിക്കം ചിക്കം ചെയ്ത പെണ്ണ് ചിക്ക ചിക്കാ. ഇങ്ങോട്ട് വാടി. ഓ, നിങ്ങളാണ് ഇത് ചെയ്തത്. Why did you do this? നീ സയൻസ് പഠിച്ചപ്പോ രാമൻ എഫക്ട് പഠിച്ചിട്ടില്ലേ? ഡോക്ടർ സി വി രാമന്റെ തിയറി. ഇത് രാവണൻ എഫക്ട്. പെങ്ങളുടെ മൂക്കും മുലയും മുറിച്ചു എന്നറിഞ്ഞപ്പോഴാ മൂപ്പര് പുഷ്പവിമാനം സ്റ്റാർട്ട് ചെയ്തെന്ന് ചീതപ്പെണ്ണെ അടിച്ചോണ്ട് വന്നത്. ജനകന്റെ മോളല്ലോ ചീതപ്പെണ്ണ്, അവളെയല്ലോ രാവണൻ തമ്പ്ര അടിച്ചോണ്ട് പോന്ന്. ആശാ ഭോസ്ലെ പാടിയ ഈ ഗാനം നീ കേട്ടിട്ടില്ലേ ജാൻകി? പടം രാമനത്തിന് രാമനടി, സംവിധാനം പി മാധവൻ. ഇത് ക്രൂവലാണ്. നിങ്ങൾ എന്താ ബാൻഡിറ്റ് കിങ്ങോ? കിഡ്നാപ്പ് ചെയ്യാനൊക്കെ? എനിക്ക് വീട്ടിലേക്ക് പോണം. പ്ലീസ് ലെറ്റ് മീ ഗോ. കേക്ക്, നിന്റെ അച്ഛൻ എന്നോട് ചീപ്പ് പണി ചെയ്തു. എന്റെ തറവാട് ഫ്രോഡ് കളിച്ച് അയാൾ കൈക്കലാക്കി. എനിക്കത് തിരിച്ചു വേണം. നല്ല ഭാഷയിൽ ഞാൻ അയാളോട് സംസാരിച്ചു. എന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് നാഴി കണക്കിന് അളന്ന് ലക്ഷങ്ങൾ വെച്ച് ചോദിച്ചാലും ഞാൻ കൊടുക്കുമായിരുന്നു. കേട്ടില്ല. മംഗലശ്ശേരി നീലകണ്ഠന്റെ അത് മുണ്ടക്കൽ ചേർന്ന് കയ്യിൽ വെച്ച് നിലയുള്ളതല്ല. ഇതൊരു ബിസിനസ് ഡീലാണ്. നിന്നെ വെച്ച് ഞാൻ വില പേശും. നിങ്ങൾ ഈ കാണിക്കുന്നത് ചീപ്പാണ്. യെസ്, ഐ നോ ദാറ്റ്. പക്ഷെ ഓരോ ശത്രുവും അർഹിക്കുന്ന യുദ്ധമുറയുണ്ട്, അതേ പ്രയോഗിക്കാവൂ. പേനിനെ കൊല്ലുക നഖം അമർത്തിയാണ്. ഇരുമ്പ് കൂടത്തിനടിച്ചല്ല, എലിക്ക് പാഷാണം. അല്ലാതെ AK-47 എടുത്ത് ആരും ഫയർ ചെയ്യാറില്ല. നിന്റെ തന്തപ്പടിക്ക് നീ ഒരു ദൗർബല്യമാണെന്ന് എനിക്കറിയാം. നാള് കുറിച്ച് വെച്ച കല്യാണം അടുക്കുന്നു. ശേഖരൻ നമ്പ്യാരുടെ തലയ്ക്കകത്ത് ഇനി എന്റെ വാക്കുകൾ കയറും. അതുവരെ നീ ഇവിടെ ഇരി. ഗൗണ്ടറെ, ഇത് ശക്തിവേൽ ഗൗണ്ടർ. ഇത് മിസ്സസ് ഗൗണ്ടർ. ഇത് ഗൗണ്ടറുടെ നാട്ടുരാജ്യമാണ്. ഇവിടെ നിയമവും നീതിയൊക്കെ ഇയാൾ നിശ്ചയിക്കുന്നതാണ്. അശോകവനിയിലെ ചിന്താവിഷ്ടയ സീതയെ പോലെ നിനക്ക് ഇവിടെ കഴിയാം. ശേഖരൻ നമ്പ്യാരുടെ ബുദ്ധി തെളിയുന്ന ദിവസം അടുത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അന്ന് നിനക്ക് വീട്ടിൽ പോ. ഗൗണ്ടറെ, ഞാൻ പോണു. ഡോക്ടർ അമ്മാവെ നല്ല പാത്തുക്കോങ്ക. ഐ ആം സോറി. അമ്മ വാമ്മ. SP ശ്രീനിവാസ്. യെസ് മിസ്റ്റർ SP, ഇരിക്കാം. ജാനകി എവിടെ? ജാനകി ഏതാ പോളേട്ടാ? ജാനകി ആ നമ്മുടെ അടുക്കളയിൽ ജാനകി അമ്മ മങ്കരയിലെ ഇളയ മോന്റെ കൂടെ താമസിക്കുന്നത്. അത് തന്നെ. അവര് പോയി വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു പോയി. അവർക്ക് കാലിൽ വാദത്തിന്റെ അസ്കിത, കാലിൽ വാദം. I know you are smart, but ഇത് സ്മാർട്ട്നെസിന്റെ പ്രശ്നമല്ല. ഇക്കാലത്ത് പഴച്ചു പോകണമെങ്കിൽ ഇത്തിരി നമ്പർ കൈ വേണം. അടിച്ചടിച്ച് നിൽക്കണ്ട സാർ. ജാനകി മിസ്സായെങ്കിൽ നീ തന്നെയാണ് അതിന്റെ പുറകിൽ. സിമ്പിൾ കോമൺ സെൻസ് മതി എനിക്കത് മനസ്സിലാവാൻ. ഞാൻ അന്വേഷണത്തിലാണ്. ക്ലിയർ എവിഡൻസ് കിട്ടുന്ന നിമിഷം നിന്നെ ഞാൻ കൊണ്ടുപോകും. പിന്നീടുണ്ടാകുന്ന കോൺസിക്വൻസസ് നീ തയ്യാറായിരിക്കണം അത് ഫേസ് ചെയ്യാൻ. മുൻകൂർ നോട്ടീസിന് നന്ദി. ഞാനൊരു 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഉഴിച്ചില്, പിഴിച്ചില്, ധാര, വസ്തി, ഇപ്പറഞ്ഞ കോൺസിക്വൻസസ് നേരിടാൻ. തറവേലയാണ് താൻ ഇറക്കിയിരിക്കുന്നത്. കഥയില് താൻ നായികയുടെ ഭാവി ഭർത്താവായ സുമുഖ സുന്ദരനായ നായകൻ. ഞാൻ വില്ലേ. തറവേല എക്സ്പെക്ട് ചെയ്യണം. നിന്നോട് കളിക്കാൻ ഞാനും ശീലിച്ചു തുടങ്ങും. ചീപ്പ് ഡേർട്ടി പ്ലേസ്. വിഷ് യു ഗുഡ് ലക്ക് മിസ്റ്റർ SP. സവാരി ഗിരിഗിരി. ഹലോ, അതുകൊണ്ട് കൊടുക്കാം. ഹലോ, എന്താടോ?
മുണ്ടക്കൽ ശേഖരന്റെ മോളെ കാണാനില്ലെന്ന് കേട്ടു. ഞാനും കേട്ടു. അച്ഛനാ? തനിക്കതിൽ റോളുണ്ടോ? ഇല്ല. അറിഞ്ഞോ? ഉണ്ടാവരുത്. ഇല്ല. അവനല്ലേ? ചെയ്യണമായിരുന്നു. മുണ്ടക്കൽ ശേഖരന്റെ അമ്മയുടെ അമ്മ. അച്ഛന് സംശയമുണ്ട്. ഞാൻ തൊട്ടിത്തരം കാണിക്കുന്ന മൂപ്പർക്കറിയാം. ഗൗണ്ടറിന്റെ സ്ഥലം സേഫാണെന്ന് അറിയാം. വല്ല മണവും കിട്ടിയ ഇവന്മാർ തപ്പി അങ്ങ് ചെല്ലും. എങ്ങോട്ട് ചെല്ലുന്ന്? പൊള്ളാച്ചി SP കതിരേശന് വള്ളിയൂരിന്റെ ബോർഡറിൽ ഒരുത്തൻ കാലുകുത്തിയ ഗുരുസ്വാമി അവളെ കൊണ്ട് പറക്കും. ലാൻഡ് ചെയ്യുന്നത് MM ഹിൽസിലെ ലക്കാനിയുടെ ബംഗ്ലാവിൽ. ഓൾ പ്ലാന്റ്. പോളേട്ടൻ ആ ടെൻഷൻ കളാ. റിസ്ക് ആണ്. പോളേട്ടാ, തനിക്ക് മഹാഭാരത യുദ്ധം ഉണ്ടായ കഥ അറിയോ? പാണ്ഡവർക്ക് പാതി രാജ്യം കൊടുക്കുമോ എന്ന് ചോദിക്കാനാണ് മീഡിയേറ്ററായ സാക്ഷാൽ കൃഷ്ണൻ കൗരവസഭയിൽ പോയത്. 5 ഗ്രാമം 5 വീട് എന്നിങ്ങനെ മൂപ്പര് താഴോട്ടിറങ്ങി. അപ്പോഴും ലവന്മാര് സൂചി കുത്താൻ ഇടം കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാ മൂപ്പര് 5 ബ്രദേഴ്സിനെ വിളിച്ചു പറഞ്ഞത് പൂശടാ പിള്ളാരെ എന്ന്. ഒന്നുകൂടെ പറഞ്ഞു പിന്നീട്, മാർഗമല്ല ലക്ഷ്യമാണ് കാര്യമെന്ന്. അതെ, ഒരേ ഒരു ലക്ഷ്യം. എൻ്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ്. എനിക്കത് കിട്ടണം. കിട്ടില്ല. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോറി ഡോക്ടർ, വി കുഡന്റ് ഹെൽപ്പ് ഇറ്റ്. അവളോടെ ജാനകി? മോനെ രാജവേന്ദ്ര, മുണ്ടക്കൽ തറവാട്ടിൽ നിന്ന് പെൺകുട്ടികൾ ഒരു ബോള് പോലെ അടിച്ചു പൊങ്ങി മിസ്സായാൽ നേരെ വന്ന് മംഗലശ്ശേരിക്കാരുടെ സ്റ്റംസിന്റെ ഇടയിൽ തപ്പരുത്. അതൊരു 3rd റേറ്റ് ലൈൻ അല്ലേടാ. നിന്റെ മറ്റടുത്ത ഡയലോഗ് വേണ്ട. വേണ്ട, മറ്റേതിന്റെ അടുത്ത പേജിലെ ഡയലോഗ് തരാം. നിന്റെ മച്ചുനച്ചി കുളിച്ചുണ്ട് താമസിക്കുകയാണ് പൊള്ളാച്ചി പക്കം വള്ളിയൂർ ഗ്രാമത്തിൽ ശക്തിവേൽ ഗൗണ്ടറുടെ വീട്ടിൽ. നീ ഒന്ന് കൂട്ടിക്കൊണ്ടുപോരെ. അവിടുത്തെ കാട്ടുമാക്കാൻ പിള്ളാര് നിന്റെ ഉണ്ടംപൊരി കൊണ്ട് ക്രിക്കറ്റ് കളിക്കും. നീ ട്രൈ ചെയ്. മിടുക്കനാണെങ്കിൽ യു ക്യാൻ വിൻ ദ മാച്ച്. നിന്നെ ഞാൻ കൊല്ലും. ആ ചിന്ത നിന്റെ തലച്ചോറിൽ നിന്ന് ഇടത് കൈയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തിന്റെ 3/1 മതി എനിക്ക് ട്രിഗർ ചെയ്യാൻ. യു വാണ്ട ട്രൈ? How is that? ஐயா. ஹாய் ராவணன். என்ன? உங்களதா? How are you ராவணன்? என்னடி சொன்ன? ராவணன், நீங்க ராவணன் தான். என்ன? டாக்டர் ஆண்டி கடத்திட்டு வந்தது யாரு? நீங்க. அவங்க பேர் என்ன? ஜானகி. ஜானகின்னு சொன்னா சீதா தான். சீதாவை கடத்திட்டு போனவன் ராவணன். புரிஞ்சுதா? அடி பாவி, யாரடி சொன்ன இதெல்லாம்? அதோ அவங்கதான். நான் ராவணன், அவளு சீதா. நீ யாரு? ஷூர் பண்ணுங்கயா. അയ്യാ, ഈ പിള്ളേരുടെ ഇടയിൽ എനിക്കൊരു ഹീറോ ഇമേജ് ഉണ്ടായിരുന്നു. നീ അത് പൊളിച്ച് അടിക്കുകയല്ലേ? രണ്ടും കൂടി നടക്കില്ല ബൈ. പോക്കർത്തരം കാണിക്കുകയും വേണം, ഹീറോ ആയിട്ട് വിലസും വേണമെന്ന് പറഞ്ഞാ അത് ഇത്തിരി പാടാ. നീ ഇവിടെ സെറ്റായ ജാലിയായിട്ട് കൂടുകയാണെന്ന് തോന്നുന്നു. പിന്നെന്ത് വേണം? ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു കളയോ? ഉവ്വ, കരഞ്ഞിട്ടും പിടിച്ചിട്ടും കാര്യമില്ലെന്ന് അറിഞ്ഞിട്ട് ഞാൻ പ്രിട്ടൻഡ് ചെയ്യുന്നതാ. പക്ഷേ ചിലപ്പോഴൊക്കെ രാവണ, ഇവിടം എനിക്ക് ഇഷ്ടമാവുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നിന്നെയും. കാറ് ശേഖരന്റെ വീട്ടിലാണല്ലോ. എന്തേ സൂറ? ജാനകിയുടെ അമ്മ എന്താണാവോ? വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് വന്നതാ.
എന്റെ മോള് എന്തും പകരം കൊടുക്കാം. എന്റെ പ്രാണം വേണമെങ്കിൽ അതും. കാർത്തികേയനോട് പറയണം. ഇവിടുന്ന് പറഞ്ഞാലേ അവൻ കേൾക്കും. അയാള് എല്ലാവരും പറയുന്നു കാർത്തികേയൻ അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്ന്. കല്യാണം ഉറപ്പിച്ച കുട്ടിയാ. അതിനി 10 ദിവസം തികച്ചില്ല. അനുമതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് വന്ന് എന്റെ സങ്കടം പറയായിരുന്നു. ഞാനും മോളും പാവങ്ങളാ. മറ്റുള്ളവർ ചെയ്യുന്ന ദുഷ്ടതയ്ക്ക് ഞങ്ങളെ ശിക്ഷിക്കരുതെന്ന് പറയണം കാർത്തികേയനോട്. കാല് പിടിക്കുക ഞാൻ. പൊയ്ക്കോളൂ. കാർത്തികേയനാണ് അതിന് ഉത്തരവാദിയെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ പോയിക്കോളി. നാട്ടില് മുഴുവൻ സംസാരം കാർത്തികേയൻ തന്നെയാണെന്നാ. പോക്കിരി ചെക്കനെ എനിക്കൊന്ന് കാണണം. ആദ്യം എന്റെ മകൾ എവിടെയുണ്ടെന്ന് പറ. എനിക്ക് അവളെ കാണണം. എന്നിട്ട് മതി എന്തും. ദാണ്ട ഇയാള് പിന്നെ ഇത് തന്നെ പാടിക്കൊണ്ടിരുന്നത് എങ്ങനെയാ ശിവദാസ? നമ്പ്യാരെ നിങ്ങൾ ബലം പിടിച്ചിട്ട് കാര്യമില്ല. മോളെ കെട്ടാൻ പോകുന്ന IPS കാരനും കീഴാഫീസർമാരും ഇതിപ്പോ നാളെ കുറച്ചായാലും അന്വേഷണം തുടങ്ങിയിട്ട് എന്തായി? കിട്ടില്ല, പൊടി പോലും കിട്ടില്ല. മറ്റൊന്നും കാട്ടി മുണ്ടക്കൽ ശേഖരനെ പേടിപ്പിക്കാൻ കഴിയില്ല എന്ന് അവൻ അറിയാം. അതെ, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇങ്ങനെ ഒരു പണി തന്നത്. മംഗലശ്ശേരി പറമ്പ് തിരിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. ഇനി എന്തിനാ? വാക്ക് പോരാ, അത് കാർത്തികേയന്റെ പേർക്ക് എഴുതിയന്റെ പേപ്പർ കാണിക്കണം. വെറുതെ ഓസിനല്ല, ലേലത്തിൽ നമ്പ്യാർ എത്ര രൂപയ്ക്ക് പിടിച്ചോ അതങ്ങ് മേടിക്കാം. ലാഭം വേണമെങ്കിൽ അതും തരും. എന്റെ പട്ടി വരും ലാഭം വാങ്ങാൻ. അല്ല, അത് സൗകര്യം പോലെ ആരെ വേണേലും പറഞ്ഞേക്ക്. പട്ടി ഫ്രീ അല്ലെങ്കിൽ അനുദ്രവം ചെറുക്കനായാലും മതി. ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ തീർച്ച അറിയാനാ. കുട്ടിയുടെ തള്ള എന്ന് പരാതി ബോധിപ്പിച്ചത് കേട്ടില്ലേ കേന്ദ്രത്തിന്റെ മുന്നില്? അതിന്റെയാ പെട്ടെന്ന് ഈ കോംപ്രമൈസ് മീറ്റിംഗ്. ഈ ചാൻസ് കളയട്ട. ഇതുവരെ പിടിച്ചു നിന്ന പോലല്ല. കല്യാണ തീയതി അടുത്തു. നാറും നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുന്നില് നാറി നാണം കെടും. നമ്പ്യാരെ ഒരു തീരുമാനം പറഞ്ഞിട്ട് പോ. രാജേന്ദ്രനോ ശ്രീനിവാസനോ അവരൊന്നും അറിയരുത് ഞാൻ തോറ്റു തന്നു. ചെന്നുപോയി പറ ആ നായിന്റെ മോനോട് ശേഖരൻ സമ്മതം പറഞ്ഞു. മുദ്രപത്രം എഴുതി അവന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാം. ഇതിന്റെ മോൾക്ക് വേണ്ടി അങ്ങനെ സമാധാനിച്ചോളാം ഞാൻ. ഗുരുസ്വാമി, എന്റെ അമ്മ റെഡിയാ? അമ്മ റെഡി ആനാ? ആനപ്പുറത്ത് കയറണം. അല്ല തലൈവ, അമ്മ റെഡി. പക്ഷെ ഇങ്ങ എല്ലാവരും ரொம்ப ഡെസ്പ്. അമ്മാവ് പറഞ്ഞയക്കാൻ മടി. ഞാനും വലിയ സങ്കടത്തിലാടോ. പറഞ്ഞയക്കാൻ എനിക്കും മടിയാ. തലൈവ, அந்த அம்மாவை நீங்களே கல்யாணம் செய்ய தலைவா. அதுதான் ഇവിടെ எல்லாருடைய ஆഗ്രഹம். யார வேணாலும் கல்யாணம் பண்ணலாம், அது ஈஸ்வர நிச்சயம். പക്ഷേ யாராயிருந்தாலும் ഒരുമിച്ച് ഇവിടെ വരണം ഒരു നാൾ. അവൾ വരുവാളാ എന്നോടഞ്ചു പോന നെഞ്ച് ഒട്ട വയ്ക്ക്. അവൾ വരുവാളാ. ജാനകി റെഡി? എന്താ റിലീസ് കിട്ടിയതിന്റെ നന്ദി പ്രാർത്ഥനയാണോ? ഇത് കുമുദത്തിന് വേണ്ടിയാ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹം എളുപ്പം നടക്കുമെന്നാണ് ഒരു മിത്ത്. അവൾക്ക് പാവം നല്ല വിഷമമുണ്ട്. പ്രായം കൂടുതലേ. തടിയും കുറച്ച് ഓവറാ. പേരറിയാത്ത ദേവി അതങ്ങ് നടത്തിക്കൊടു. ആ പാവം ഗൗണ്ടറുടെ ഒരേ ഒരു പ്രശ്നമാണ് നീണ്ടു പോകുന്ന സഹോദരിയുടെ വിവാഹം. ഞാനും കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫലം ഉണ്ടായെന്നറിഞ്ഞാ ഞാൻ തന്നെ അറിയിക്കാം. ഇല്ല, വളരെ ലേറ്റായി ചെന്ന ഒരു നിവേദനമുണ്ട് ഈ ദേവിയുടെ മുന്നിൽ. വളരെ വളരെ ലേറ്റ്.
പാവം ദേവി കൈമലർത്തി കാണിച്ചു കാണും. ആരോട്? കുമുദത്തിനോട്. അവൾ എന്ത് പ്രാർത്ഥിച്ചു? ഒരു വിവാഹം നടക്കാൻ. വധു ഈ ജാനകി, വരൻ ഈ രാവണൻ. വാത്മീകി പോയിട്ട് പുതിയ എഡിഷൻസ് പ്രിന്റ് ചെയ്തിറക്കുന്ന പബ്ലിഷർ പോലും പൊറുക്കില്ല അവളോട്. ഇതിഹാസമാണേ മാറ്റി എഴുതാൻ ശ്രമിക്കുന്നത്. സ്ത്രീജിതനല്ലാത്ത ശ്രീജിതനായ രാവണൻ ലങ്കയ്ക്കലങ്കാരമായ സൗന്ദര്യമായാണ് സീതാദേവിയെ കണ്ടത്. ആരാധിക്കാൻ, പൂജിക്കാൻ ഒരു വിഗ്രഹം പോലെ. ഇതിഹാസങ്ങളുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻ കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും രാവണ സീതാ പരിണയം ചിന്തിച്ചിട്ടില്ല. തല്ലുള്ളൂ അതാവും. പക്ഷെ ജനകപുത്രി മൈഥിലി, നീ ഇപ്പോഴും ഒരു രാമന്റെയും സ്വന്തമല്ല. പിന്നെ എന്തിനാണ് ലങ്കേശ്വര എന്നെ ഈ ടൊയോട്ടോ പ്രാഡോയിൽ നീ തിരിച്ചു കൊണ്ടുവിടുന്നത്? കച്ചവടത്തിന്റെ നേരും നെറിയും. വാക്ക് പറഞ്ഞുപോയി നിന്നെ തിരിച്ചേൽപ്പിക്കാമെന്ന്. അതെ, വാക്ക് പാലിക്കണം. ശ്രീനിവാസൻ നമ്പ്യാരോടും വാക്ക് പറഞ്ഞുപോയി. നമുക്ക് വീണ്ടും ജനിക്കാം. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ആൽബത്തിൽ ഒരു പാട്ടുണ്ട്, നിനക്കായി തോഴി പുനർജനിക്കാം, ഇനിയും ജന്മങ്ങൾ ഒന്നു ചേരാം. ആലൈന, ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോകും നിന്നെ ആർക്കും കൊടുക്കില്ല എന്ന്. എടാ IPS കാരൻ മോഡേൺ രാമ മോനെ, നിനക്ക് ഈ ലോകത്ത് വേറെ എത്ര പെമ്പിളാരെ കിട്ടൂടാ കോപ്പേ? ഇന്ദ്രനീല ശോഭയാർന്ന ആകാശവീഥിയിൽ ഒരു പുഷ്പക വിമാനം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ, ഇവളൊഴികെ മറ്റെന്തും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ, ഞാൻ ഈ അമ്പോറ്റി കൊച്ചിനെയും കൊണ്ട് പറന്നേനെ. ഗന്ധർവയാമം ഇതൊരനഘ സംഗീത സല്ലാപം അലഞ്ഞൊറിയുമാഷാഢതീരം അതിലമൃതു പെയ്യുമീ ഏഴാം യാമം അറിയാതെ അറിയാതെ ഈ പവിഴവാർതിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയ തൽപ്പത്തിലമരാൻ വാ. രാജഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയുണ്ണുന്നുവോ? പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവു
വരുന്നോ ഉറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു. നീ ദേവശില്പമായി ഉണരുന്നു. ഇതൊരമരഗന്ധർവയാമം, ഇതൊരനഘ സംഗീത സല്ലാപം. അലഞ്ഞൊറിയുമാഷാഢതീരം, അതിലമൃതു പെയ്യും ഈ ഏഴാം യാമം. അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. വാദ്യവൃന്ദങ്ങൾ വാനിലുയരുന്നുവോ സ്വർണ്ണ കസ്തൂരി കനക കളഭങ്ങൾ കാറ്റിലുതിരുന്നുവോ. ഹരിയമാൻ പേട പോലെ നീ എൻ്റെ അരികെ വന്നൊന്നു നിൽക്കുമ്പോൾ മഴയിലാടുന്ന ദേവതാരങ്ങൾ മന്ത്രമേലാപ്പുമേയുമ്പോൾ നീ വനവലാകയായി പാടുന്നു. ഇതൊരമരഗന്ധർവയാമം, ഇതൊരനഘ സംഗീത സല്ലാപം. അലഞ്ഞൊറിയുമാഷാഢതീരം, അതിലമൃതു പെയ്യും ഈ ഏഴാം യാമം. അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിലമരാൻ വാ. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കൂ ശ്രീനി. ഒരുപാട് എനിക്ക് മനസ്സിലാവുന്നു ജാനകി. കാർത്തികേയൻ, നിന്റെ ലൈഫിലെ ആദ്യത്തെ ഒബ്സഷൻ, നിന്റെ ടീനേജിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞും നീ മനസ്സിൽ കൊണ്ടു നടന്ന ഡീപ് പാഷൻ. മുഖം കൂട്ടി ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ ഞാൻ തയ്യാറാണ്. ബട്ട് നിന്നെ അവൻ കിഡ്നാപ്പ് ചെയ്തു. ഏതോ തമിഴ് വില്ലേജിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ദിവസങ്ങൾ. I told you, അതൊരു വീടായിരുന്നു. So what? എന്നിട്ട് അവൻ നിന്റെ അച്ഛനോട് വിലപേശി. ഞാൻ അറിയാതെ നിന്റെ അച്ഛൻ കോംപ്രമൈസ് ചെയ്തു. ഭംഗിയായ ആ ബിസിനസ് അവസാനിപ്പിച്ചു. ഞാനാണ് വിഡ്ഢിയായത്. നിന്റെ ഭർത്താവുദ്യോഗവും കാത്തിരിക്കുന്ന ഒരു കിഴങ്ങനല്ല ഞാൻ. ഞാനൊരു പോലീസ് ഓഫീസറാണ്. എന്റെ ഡ്യൂട്ടിയാണ് അവനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിനോട് നീ കോപ്പറേറ്റ് ചെയ്യണം. അത് മാത്രമാണ് എന്റെ ഡിമാൻഡ്. അത് മാത്രം. എനിക്കറിയാം ശ്രീനി പറയുന്നത് ശരിയാണെന്ന്. പക്ഷേ ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എല്ലാം ഇതോടെ അവസാനിക്കുമെങ്കിൽ നമ്മൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുമ്പോൾ അവിടെ മറ്റൊന്നും ഉണ്ടാവില്ല. ഐ സ്വെയർ. സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ആഗ്രഹിച്ച് പറയാൻ ഞാൻ. വേണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. നിന്നെ അവൻ തൊട്ടിട്ടില്ല എന്ന് പറ, ഞാൻ വിശ്വസിക്കാം. പക്ഷെ നീ എന്തിനാ അവനെ ഭയക്കുന്നത്? നിന്റെ ഒരു കംപ്ലൈന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ്, അത് മതി. ഒരിക്കൽ തീർക്കാൻ ബാക്കി വെച്ചതെല്ലാം കൂടി എനിക്ക് അവന് കൊടുക്കാൻ ഇതൊരു അവസരമാണ്. തീരില്ല ശ്രീനി. അറിയില്ല ശ്രീനിക്ക് അയാളെ. അത് ഞാൻ അഗ്രി ചെയ്യാം. നിന്റെ അത്ര എനിക്കറിയില്ല. പക്ഷെ നാളെ എനിക്കറിയാത്ത ചിലതല്ല അവൻ പറഞ്ഞു നടന്നാൽ? ഞാനൊരു പുരുഷനാണ്. ചിലപ്പോഴൊക്കെ ഒരു റിയൽ മെയിൽ ഷോവനിസ്റ്റ്. ശ്രീനി പറയാതെ തന്നെ എനിക്ക് ഊഹിക്കാം യുവർ ഡൗട്ട്സ്. പക്ഷേ നെവർ കാർത്തികേയൻ. എന്ത് ഷുവർട്ടി ഉണ്ട് തരാൻ? ഒരു ചാരിത്ര സർട്ടിഫിക്കറ്റ്. നീ ഈ നിമിഷവും കന്യകയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ഒരു തെളിവ് വേണ്ട. അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് വേണ്ടത് അവനെയാണ്. ശ്രീനിവാസൻ എന്റെ വാക്കുകളെ ഒരു സൗജന്യം തരും പോലെ വിശ്വസിക്കാൻ മെനക്കെടണ്ട. അത്രയേ പറ്റുള്ളൂ. ചുമ്മാ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാം. ബുദ്ധിമുട്ടുണ്ട. വളരെ ഈസിയായ വേറൊരു വഴിയുണ്ട്. നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മറ്റുള്ളവർ വാക്കുകൾ കൊണ്ട് തീർച്ചപ്പെടുത്തിയ വിവാഹം നമുക്ക് 2 വാക്കുകൾ കൊണ്ട് പൊളിക്കാം. ഗുഡ് ബൈ. ഞാൻ അത് മീൻ ചെയ്തിട്ടില്ല. നീ എന്തിനാ അവന് വേണ്ടി വാദിക്കുന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്.
എനിക്കത് ഇനിയും വിശദീകരിക്കാൻ മനസ്സില്ല. Then get lost, you bitch. SP ശ്രീനിവാസൻ ഇപ്പൊ എന്താ വേണ്ടത്? എന്നെ അറസ്റ്റ് ചെയ്യണോ? ചെയ്യട്ടെന്നേ. നീ അവളെ വിളിച്ചു പറ, അവൻ എഴുതി കൊടുക്കുന്ന കംപ്ലൈന്റിൽ ഒപ്പിടാൻ. അവള് ചെയ്യില്ല. ഇതിപ്പോ ശേഖരന്റെ തോന്നിയാസം ഒന്നുകൊണ്ടുണ്ടായ അൽക്കുലത്തല്ലേ. കല്യാണം മുടങ്ങി അതും കലക്കി. പോടാ, എന്നാ കൊണ്ടുവയ്ക്കേ. സുഹറ, നീ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താടാ മോനെ ചെയ്യ? നീലം വലിയ ചൂടില. അയാള് മംഗലശ്ശേരിക്ക് ഇല്ലാന്ന്. നീ അവനെ ചെന്നൊന്ന് കാണണം. എന്താ പറയണ? അവിടെ അറിഞ്ഞിരിക്കണു ശേഖരന്റെ മകളുടെ കല്യാണം മുടങ്ങിന്നൊക്കെ. മംഗലശ്ശേരിക്ക് അയാൾ പോണെങ്കിലേ അതിനു മുമ്പ് നീ ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണമെന്നാ. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരാറിലാക്കിയിട്ട് നീ നേടിയതൊന്നും അയാൾക്ക് വേണ്ടാന്ന്. ആ പഴയ നീലകണ്ഠനെയാ ഞങ്ങളവിടെ കണ്ടത്. ആരെ കാണണം ഞാൻ? ശ്രീനിവാസനെയോ ശേഖരൻ നമ്പ്യാരെയോ? രണ്ടുപേരെയല്ല, ജാനകി കാണാം. സുഹറ പറഞ്ഞ് ഞങ്ങൾക്കറിയാം ചിലതൊക്കെ. നിനക്കിഷ്ടമാണെങ്കിൽ നീ പോയി വിളിച്ചുകൊണ്ട് വാടാ ആ കുട്ടിയെ. മതിയായില്ലേ നിനക്ക്? ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത മഹാപാപി. എന്നിട്ടും എന്തിനു കയറി വന്നു നീ? എനിക്ക് എന്റെ മോളെന്ന് വെച്ച അത്രയ്ക്ക് വലുതാ. എന്റെ പ്രാണം കൊടുക്കും ഞാൻ അവക്ക്. അതുകൊണ്ടാ നീ ജയിച്ചതും ഞാൻ തോറ്റതും. എന്താണ് ശേഖര സാറേ ജയവും തോൽവിയും? അതൊക്കെ അങ്ങ് വിട്. നമ്മൾ സെവൻസ് ഫുട്ബോൾ കളിച്ചതൊന്നും അല്ലല്ലോ. നിങ്ങൾ എൻ്റെ അച്ഛനിട്ടൊരു പണി പണിതു, ഞാനൊന്ന് തിരിച്ചു വെച്ചു. എനിക്കതിന് വലിയ ലാഭമൊന്നും തോന്നുന്നില്ല. പക്ഷെ നിങ്ങളുടെ മകൾക്ക് നഷ്ടം സംഭവിച്ചു എന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ. എന്തിന്? തെറ്റു പറയാനോ? ഇവിടെ ആർക്കും കേൾക്കണ്ട, ഇറങ്ങിപ്പോ. ചെയ്തത് തെറ്റായി എന്ന് തോന്നിയിട്ട് വന്നതല്ല. ഒരു പരിഹാരം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നൊന്ന് അതൊന്ന് പ്രസന്റ് ചെയ്യാൻ വന്നതാ. ജാനകിയെ ഞാൻ കല്യാണം കഴിച്ചോളാം. എന്തു പറഞ്ഞടാ നായേ? മംഗലശ്ശേരി നീലകണ്ഠനും ഞാനും ജന്മശത്രുക്കളാ. എനിക്ക് പോന്ന തരക്കാരനാ നീലൻ, അവന് ഞാനും. നീ ചെക്കനാ ഇന്നലെ കുരുത്തത്. എന്റെ ഉമ്മറത്ത് കയറി വന്നിട്ട് എന്നെ ഊശിയാക്കുന്ന വർത്തമാനം പറയരുത്. ശേഖര സാറേ, അങ്ങനെ വിളിക്കുന്നത് നിങ്ങൾ എന്നെ സ്കൂളിലോ കോളേജിലോ പഠിപ്പിച്ചുകൊണ്ടൊന്നുമല്ല. വിളിച്ച ശീലം ശേഖരൻ എന്ന് തന്നെയാണ്. ഇത് റെസ്പെക്ട് ചെയ്യുന്നതാ. പിറന്നു വീണ നാള് മുതൽ അച്ഛൻ്റെ ശത്രു എന്ന് ലോകം മുഴുവൻ പാടിക്കേട്ട പേരിനോടൊരു ബഹുമാനം. അല്ലെങ്കിൽ എന്റെ മാറിൽ വീണ കൈ വന്ന രൂപത്തിൽ തിരിച്ചയച്ചിട്ടില്ല ഏതവന്റെ ആയാലും. ഇവളോട് ചോദിച്ചു നോക്ക്, അവക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവളെയും. അനുഗ്രഹിച്ചില്ലേലും ശപിക്കാതെ ഇവളെ എന്റെ കൂടെ പറഞ്ഞയച്ചോ, ഞാൻ പോറ്റിക്കോളാം. ജാനകി, ഞാൻ മറ്റൊരാളിന്റെ ഭാര്യയാവാൻ പോകുന്നവളെ സ്വന്തമാക്കാൻ വന്നവനല്ല. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയ പോലീസ് രാമൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നറിഞ്ഞിട്ട് വന്നവനാണ് ഞാൻ. അതിന്റെ കാരണം ഞാനായതുകൊണ്ട്. ഇനിയും എന്തിനാണ് നമ്മൾ ഈ നിഴൽക്കുത്ത് കളിക്കുന്നത്? പറ, നമുക്ക് പരസ്പരം ഇഷ്ടമാണെന്ന്. ഇവരുടെ അനുവാദം വാങ്ങിച്ച് നമുക്ക് സുഖമായി ജീവിക്കാവിടോ. അഗ്നിശുദ്ധിയും വനവാസവും കൽപ്പിക്കാൻ ശ്രീരാമദേവനൊന്നുമല്ലവൻ. മേൽച്ചുണ്ടിന്റെ പുറത്ത് വളർന്ന രോമങ്ങളെ വെട്ടി ഒതുക്കി മിനുക്കി നടക്കുന്ന പുരുഷാകാരമുള്ള ഒരു സവാരി ഗിരിഗിരി ക്ലാപ്പൻ. ജാനകി, നീ എന്താടി ഇങ്ങനെ? നമുക്ക് കാര്യങ്ങൾ ഇപ്പോഴേ സെറ്റിൽ ചെയ്യാടി. ശ്രീനി പറയുന്ന മുഴുവൻ എനിക്ക് മനസ്സിലാവും. തൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇത് തന്നെയായിരിക്കും സ്റ്റാൻഡ്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അവള് കംപ്ലൈന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞതിന്റെ പുറകില് മറ്റൊന്നുമല്ല. അത് ഷുവറാ, പേടിച്ചിട്ടാ. വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള പേടി. പക്ഷേ ഞാൻ പറയുന്ന പ്രശ്നം അതൊന്നുമല്ല. ഇത് ഈ കല്യാണം നടക്കാതിരുന്നാല് ശേഖരൻ മാമയുടെ അവസ്ഥ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഐ ക്യാൻ. ബട്ട് എന്റെ ഒരു ചോദ്യത്തിന് താൻ ഉത്തരം പറ. ഞാനെല്ലാം മറക്കാം, ജാനകിയെ കെട്ടാം. പക്ഷെ പച്ചയ്ക്ക് ചോദിക്കട്ടെ, അവൻ കാർത്തികേയൻ ഞാൻ കുറെ നാൾ കൊണ്ടുപോയി പാർപ്പിച്ച ചരക്കിനെയാണ് അവനിപ്പോ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു നടന്നാൽ
എടോ, ഞാൻ അത്ര വലിയ പുണ്യാത്മാവൊന്നുമല്ല. അങ്ങനെ വല്ലതും കേട്ടാ ചുമ്മാ ചിരിച്ചു കളയാൻ. അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രയാസമാണ്. പരസ്പരം കണ്ടുമുട്ടാൻ ചാൻസ് ഇല്ലാത്ത ഡിസ്റ്റൻസിലേക്ക് ഒന്നുകിൽ അവൻ പോണം, അല്ലെങ്കിൽ ഞാൻ അവളെയും കൊണ്ട് പോണം. നിങ്ങളെങ്ങോട്ട് പോകാൻ അവൻ പോയാ മതി. പറഞ്ഞയക്കാൻ ഞാൻ അവനെ പറഞ്ഞയക്കാം. അതേ ഈ പ്രശ്നങ്ങൾ തീരാൻ വഴിയുള്ളൂ. സ്വമനസാലെ ശേഖരൻ മോളെ നിനക്ക് തരില്ല. ആരെ വേണേലും വിവാഹം ചെയ്തോളൂ, ഒരിക്കലും നിന്നെ ആവരുതെന്ന് ശേഖരൻ മോളോട് സത്യം ചെയ്ത് വാങ്ങി. അത് സുഹറ പറഞ്ഞിട്ടുള്ള അറിവാണ്. എന്താ തൻ്റെ ഭാവം? ഈശ്വര, അവൻ എന്ത് ഭാവിച്ചാലും നടക്കും. നടത്താൻ പോന്നവനാ കാർത്തികേ. ആ പെൺകുട്ടി പക്ഷെ ശേഖരനെ ധിക്കരിച്ച് ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പാ? പാടില്ല, ധിക്കരിക്കാൻ പാടില്ല. ഇവിടെ അവൻ്റെ ജീവിതം തോൽവികളുടെ തുടർച്ചയാണ്. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ബാല്യത്തിൻ്റെ കളിയരങ്ങിൽ തുടങ്ങിയ യുദ്ധത്തിൽ ഇന്ന് ഞാൻ ഭീമനും അവൻ കീചകനുമാണ്. ഈ വയസ്സുകാലത്ത് സ്വന്തം മോളോട് അവനെ ചതിച്ചാൽ താങ്ങില്ലടോ. അവനെ പോലൊരു ദുർബലൻ. വാര്യരപ്പ, നമുക്ക് ആ വിഷയം വിടാം. വാര്യരപ്പ, വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമല്ല. ഞാൻ അതിലും വലിയ ത്രില്ലില്ല വീണ്ടും അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്നതിൻ്റെ. എനിക്കത് മതി. ഞങ്ങൾ വയസ്സന്മാരാരെങ്കിലും ശേഖരനെ ഒന്ന് കാണണോ? അതൊരു കാര്യം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലേക്കാ. വാ. നീ കുടിക്കും അല്ലേ? ഞാനെങ്ങനെ നീ എങ്ങനെ കുടിക്കും എന്നല്ല ഞാൻ ചോദിച്ചത്. അല്ല, അതും ആരും എന്നോട് പറഞ്ഞല്ലോ. ബക്കാടി വൈറ്റം ഇളനീര് ചേർത്ത്. ഞാനും കുടിച്ചിരുന്നത് കരിക്കൻ വെള്ളം ചേർത്ത, പക്ഷെ നാടൻ മാറ്റിലാണെന്ന് മാത്രം. അറിയാം, ഞങ്ങളുടെ ജനറേഷൻ ശരിക്കും ഇമിറ്റേറ്റ് ചെയ്യുക. പല കാര്യങ്ങളിലും ഞങ്ങളുടെ മുഴുവൻ ഹീറോ ഇന്നും അച്ഛനാണ്. മോനെ, കരള് വെന്ത് വെണ്ണീറാവൂട്ടോ ഇവരുടെ റൂട്ടിൽ പോയാ. അതിന് കൂട്ടി നല്ല പറയാ, മൂക്കറ്റം വെള്ളത്തിൽ നീരാട്ട്. എന്നിട്ട് എന്താ പറ്റിയേ? ഇപ്പോഴും നിൽക്കുന്ന കണ്ടില്ലേ പന പോലെ? കുടി നിർത്തി 4 മാസം കഴിഞ്ഞപ്പോ പേരിനൊരു പനി വന്നാ ഭരതൻ ചത്ത്. ഇയാൾ എന്താ ചെയ്യാ ഈശ്വര? ഇന്നൊരു പൂശു പൂശിയാലോ എന്ന് ആലോചിക്കുന്നത്. എത്ര വർഷമായി ഭാനുമതി എന്ന പുണ്യം നെറുകയിൽ തീർത്ഥമായി വീണത് തൊട്ട് അശുദ്ധി വരുത്തിയിട്ടില്ല മനസ്സിനും ശരീരത്തിനും. ഒരു രാത്രി മാത്രം ഒന്ന് തിരിച്ചു പോവാം. ബാക്ക് ടു ദ പാസ്റ്റ്. എന്തുണ്ടോ തരാൻ? എന്തും. പഴയ ഫേവറേറ്റ് നാടൻ വേണമെങ്കിൽ അതും. ഗുഡ്. ഞാനും കുറുപ്പും ഹൈദ്രോസും കൂടെ നിങ്ങൾ കുട്ടികളും. എന്താടോ, തനിക്കും വേണോ? ഒരെണ്ണം കീച്ചടോ. ഇനി ആരെ കാണിക്കാൻ കൊണ്ട് നടക്കുക ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ്? എന്താടോ നോക്കി റെഡി? നീ ഇപ്പൊ എന്താ അവരോട് പറഞ്ഞേ? സവാരി ഗിരിഗിരിന്നോ? അത് ഈ തമിഴ്നാട്ടിലെ സുഹൃത്തുക്കൾ യാത്രകൾ എവിടെന്നോ നാവിൽ കയറി പറ്റി ഇറങ്ങിപ്പോണില്ല. അത് അങ്ങനല്ല. അതൊരു പാട്ടാ. സംതിങ് ലൈക്ക് എ ഫോക്ക് സോങ്. സവാലങ്കിടി ഗിരിഗിരി സൈതാപ്പെട്ട് വടകറി മുട്ടാമ്പാറ് ജാങ്കറി സോമ്പപ്പടി നൈന നൈന. ഹലോ, യെസ്, അതെ. എവിടെ? ആ, ശരി ശരി. ഉവ്വ, ഞാൻ എൻ്റെ വണ്ടി വന്നോളാം. ഉവ്വ ഉവ്വ. ആ, ജാനകിയുടെ അച്ഛൻ എന്നെ കാണണമെന്ന് ഈസ് വില്ലിങ് എന്നാണ് തോന്നുന്നത്. അവരുടെ ആ പഴയ ബംഗ്ലാവിൽ പുള്ളി കാത്തിരിപ്പുണ്ട്. ഒരു കാറ് പുള്ളി അയച്ചിട്ടുണ്ട്, അതിൽ വരാനാ പറഞ്ഞ്. എൻ്റെ കാറിൽ വരാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് വേണ്ട, ആരും അറിയാൻ പാടില്ല ഈ മീറ്റിങ്ങിനെ കുറിച്ച്, പ്രത്യേകിച്ച് രാജേന്ദ്രൻ എന്ന് പറഞ്ഞു. ഒറ്റക്കൈ എൻ്റെ ബുദ്ധി തെളിഞ്ഞോ? ആ കുട്ടി സ്വൈര്യം കെടുത്തിട്ടുണ്ടാവും. വൈകാതെ പോയി കളയാം. വേണ്ട. എന്താ വല്ല ചതി ഉണ്ടാവുന്ന? പോണ്ടാന്ന് പറഞ്ഞാൽ അത്രയും മനസ്സിലാക്കിയാൽ മതി. ടോപ്പ് നടച്ചൊഴിക്കടാ. Cheers, my son. Cheers.
ഇതൊരു മഹാഭാഗ്യമല്ലേ, തന്നോളം പോകുന്ന മകനെ ചിയേഴ്സ് പറഞ്ഞ് കള്ളു കുടിക്കുക. ഐ ഫീൽ പ്രൗഡ്. എന്താടോ നോക്കിയിരിക്കണേ, വെച്ച് കീറ്. ഇനി കിട്ടില്ല ചിലപ്പോ ഇതുപോലെ ഒരു രാത്രി. കുടിച്ചടാ, എന്റെ പടച്ചോൻ പൊരുത്തപ്പെട്ടോളും. ഈശ്വര, എന്റെ മോൾക്ക് ദൈവം ആയുസ് കൊടുത്തില്ല. കുറെ കൂടി പറ്റാത്ത കണ്ണീര് പോലെ ആ സങ്കടം കൂടിയുണ്ട്. എന്നാലും ഇന്നിപ്പോ സന്തോഷം തോന്നുന്നുണ്ട് എന്റെ ശിവനെ. ഇങ്ങനെയാച്ച ഇവന്റെ കല്യാണം കൂടി കാട്ടി തന്നിട്ട് വിളിച്ചാ മതി നീ എന്നെ. ഹലോ, എവിടെ? ഒരു മിനിറ്റ്. താൻ ഇവന്റെ കുട്ടിയുടെ കല്യാണത്തിനും കാണും ഉപ്പ് വിളമ്പാൻ. തനിക്ക് മരണമില്ലടോ. എന്റെ കാലശേഷവും താൻ ഇവന് കൂട്ടുണ്ടാവണം. എനിക്ക് ഏതാണ്ട് വിസ തീർന്ന മട്ട കാണണ. എന്താ ഇയാളെ ഈ പറയണേ? നാക്കടക്കി വെക്കുക. ഉണ്ടക്കൽ നയിച്ച കാറ് വന്നിട്ടുണ്ട്. മതി, ബാക്കി വന്നിട്ട്. എവിടേക്കാ? ഒരു ചെറിയ യാത്ര. തനിച്ചോ ഈ രാത്രിയില്? തന്നെ വിളിക്കാൻ നിവർത്തിയില്ല. എവിടേക്കാണെന്ന് വെച്ചാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നോ, നിങ്ങൾ കണ്ടിനെ, ഞാൻ എത്തി. അതെ, ഒന്ന് നിക്ക. അച്ഛാ, വിളിക്കണ്ട. തീരുമാനിച്ചു കഴിഞ്ഞാ പിന്നെ വിളിച്ചാ നിക്കൂല. എവിടേക്കാന്ന് എന്നോട് പറ. ശേഖരൻ അയച്ച വണ്ടി ഞാൻ പോണു. എന്റെ മോന് പെണ്ണ് ചോദിക്കാൻ ഞാൻ തന്നെ അല്ലേടോ കൊണ്ട്. വടോ, ഉണ്ടക്കൽ നിന്നുള്ള വണ്ടിയാണോ? അതെ സാർ. ആ, കേറ്. ശരി. പിന്നെ ആരുമില്ലാതെ എനിക്ക് ശേഖരനെ ഒന്ന് കാണണം. പറഞ്ഞാ തീരുന്നാണെങ്കിൽ അങ്ങ് തീർക്കാടോ. ോ സവാരി ഗിരിഗിരി. വന്നിട്ട് തന്നെ ഒന്ന് കാണണം കോന്തം വാര്യരെ. എന്താ ഇപ്പോ ഇയാളോട് പറയാ? അങ്ങോട്ട് തീരുമാനിക്ക, അങ്ങോട്ട് പോവാ. എന്താടോ നടു റോഡിൽ വണ്ടി നിർത്തിയിരിക്കണേ? എന്തായി കാണിക്കണേ? ആരാ അത്? ഞാനാണോ? ഉണ്ടക്കല്ലേ കുട്ടിയാ? ഉണ്ടക്കത്ര വാട്ടില് ഈ തലമുറയിലും ആൺകുട്ടികൾ ഉണ്ട്. നീലാണ്ട. ഓ, നല്ല കാര്യം. ഈ തലമുറയിലുണ്ടെന്ന് പറ. എനിക്കറിയില്ലത്. മുമ്പത്തെ കഥകൾ എനിക്ക് പറഞ്ഞു തരണ്ട. മുട്ടിയും കുത്തിയും നോക്കിയിട്ട് ഞാനെങ്ങും കണ്ടിട്ടില്ല മരുന്നിന് പോലും ഒന്നിനെ. ശേഖരൻ തരക്കേടില്ല, നല്ല പൊക്കമൊക്കെ ഉണ്ട്. അതിപ്പോ നിലമ്പൂർ കാട്ടിലെ തേക്ക് മരങ്ങളുണ്ടല്ലോ, നല്ല മഴുവിനും നല്ല കൈക്കും പണി വളരെ കുറഞ്ഞത്. ഇത്രയും കാലം കണ്ട കഥ വീട് ഇന്ന് രാത്രി കൊണ്ട് കഥയങ്ങ് മാറുക. പെട്രോള് കുളിച്ചാ തന്റെ നിപ്പ്. കാലം കുറയായി മുണ്ടക്കാർക്ക് സൗര്യക്കേടായിട്ട് നിൽക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന പടുമരം ഞാൻ ഇന്ന് കത്തിക്കും. അവനെ, കാർത്തികേയനെ, അവനെയാ ഞാനിവിടെ പ്രതീക്ഷിച്ചത്. അതിനാ കള്ളം പറഞ്ഞ് ശേഖരൻ മാമയെ കൊണ്ട് വിളിപ്പിച്ചത്. കൊല്ലാനാന്ന് മൂപ്പരോട് പറഞ്ഞിട്ടില്ല, ഒന്ന് നന്നായി പെരുമാറി വിടാൻ അത്രയും മൂപ്പരോട് പറഞ്ഞിട്ടുള്ളൂ. അവൻ വേണ്ട, അച്ഛൻ കത്തിപ്പോയി എന്നവൻ അറിഞ്ഞാൽ അത് മതി അവൻ അടങ്ങാൻ, അവൻ ഒതുങ്ങാൻ. അല്ല,
ഇനി വാല് പൊക്കിയാൽ അടുത്ത പണി അവനാ. എടാ ചള്ളു ചെക്ക, എന്താടാ മുലപ്പാല് കിണിയുണ്ടാ നാക്കില്? അടുത്ത കാലിന് ചോര വരും, നെഞ്ചും കൂട് പൊളിഞ്ഞ് എന്റെ കുട്ടി പ്രാണം വിടും. വേണ്ട, എണീറ്റ് പോ. ചെറിയ പ്രായ തെരുവ് നായെ പോലെ വഴിയിൽ ചത്ത് മലച്ച് കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞ അത് വലിയ കുറവാവും കുട്ടിയെ. പോ, നീറ്റ് പോടാ. മല്ലയുദ്ധത്തിന് ഇറങ്ങാം. തനിക്ക് പോകുന്നവനോട് ഇല്ലാച്ച പുറത്ത് മണ്ണ് പറ്റും. അത് യോദ്ധാവിന്റെ പരാജയ. പോ. നേരം വൈകുന്നു, എളുപ്പം വീടെത്താൻ നോക്ക്. മംഗലശ്ശേരി അരുത്. ഞാനൊന്ന് കണ്ടോട്ടെ. എന്നെ കാണിക്കില്ലേ? എനിക്കൊന്ന് കാണണം, ഞാനൊന്ന് കണ്ടോട്ടെ. വേണ്ട കാർത്തികേയ, കാണാനൊന്നും നമുക്ക് ബാക്കി കിട്ടിയിട്ടില്ല. കത്തിച്ച് കളഞ്ഞല്ലേ? കാർത്തികേയൻ, ഐ എം സോറി. പ്രതിയെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് അയാളുടെ രാജേന്ദ്രന്റെ ബോഡിയെ കിട്ടിയുള്ളൂ. കാർത്തികേയൻ, കാണാൻ ഇത്രേ ഉള്ളൂ. എന്തു പറഞ്ഞടാ ഞാൻ നിന്നെ? എന്റെ ഈശ്വര, ഇത് മാത്രമേ നമുക്ക് ബാക്കി കിട്ടിയുള്ളൂ.
ഇവിടെ ആരുമില്ല. കാർത്തിക എന്നൊന്നും ചെയ്യരുത് മോനെ. വേണ്ട മോനെ, വേണ്ട. വിളിക്കരുത് ആ പേര്. കൊല്ലും ഞാൻ. കൊല്ലാനാ വന്നത്. അരുത് മോനെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ എനിക്ക് വിരിച്ച വലയായിരുന്നത്. അതിലാണ് എന്റെ പാവ അച്ഛൻ. ഒന്ന് കാണാൻ കൂടെ പറ്റിയില്ല എനിക്ക്. കത്തിച്ച് കളഞ്ഞില്ലടാ മഹാപാപി. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യില്ല. തമ്മിൽ ഒരുത്തനെ കൊന്നു തീർക്കാനായിരുന്നെങ്കിൽ എനിക്കും നീലനും അതെന്നേ ആവാമായിരുന്നു. അവനുണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് മുണ്ടക്കൽ ശേഖരനുണ്ടായത്. നിന്റെ പുളിച്ച വർത്താനവും പൂങ്കണ്ണീരും കത്തിക്കും ഞാൻ. പച്ചയ്ക്ക് കത്തിക്കും. എല്ലാം രാജേന്ദ്രനാ. അവനതിന്റെ ശിക്ഷ കിട്ടി. ഏത് രാജേന്ദ്രൻ? ചെറ്റെ, നീയല്ലടാ നിന്റെ മോളെ ഒലത്തി തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്തത്. എന്തിന്? എന്നെ കൊണ്ട് ചാടിക്കാൻ കൊലക്കുഴിയില്. അതിൽ വീണത് എന്റെ അച്ഛനാടാ, മംഗലശ്ശേരി നീലകണ്ഠൻ. ആ പേരിനെ പെരുമയെ കൊന്നവനെ കത്തിക്കും ഞാൻ. ഫോൺ ഞാൻ ചെയ്തതാ, അവൻ പറഞ്ഞിട്ട്. പക്ഷേ നിന്നെ ആയാലും കൊല്ലാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഇവനെ പിടിക്കുന്ന തീയിലേക്ക് എടുത്തറിയും രണ്ടിനെ. കൊണ്ടുപോടാ പന്നീനെ. ഒഴിക്കേ. വേണ്ട, വേണ്ട. കാർത്തികേയ. മോനെ, അരുത്. മോനെ, വേണ്ട. മോനെ, മോനെ കാർത്തികേയ, നീ എന്തിനുള്ള ഭാവ? വേണ്ടടാ, ഞാനടാ മോനെ പറയണേ. വേണ്ട, ഇവൻ ഇനി വേണ്ട. എന്റെ അച്ഛനില്ലാതെ ഇവൻ മാത്രം വേണ്ട. രാജേന്ദ്രന്റെ കഴുത്തറുത്തിട്ട് അദ്ദേഹം പോയത് മതി. നീ അവന് വേണ്ടി കടം വീട്ടണ്ട. ഇങ്ങോട്ട് കിട്ടിയത് തിരിച്ചു കൊടുത്തിട്ട് തന്നെ അവൻ പോയേ. വേണ്ട മോനെ, വേണ്ട. ഇല്ലെങ്കിലും മാറി, ഞങ്ങൾ ചെയ്യത്. മാറി നിക്ക്. വേണ്ട, വാ എന്റെ കൂടെ. ഞാനാ വിളിക്കണേ, വരാൻ. ഇതെന്റെ വാക്കല്ല, അവനാ നിന്നെ വിളിക്കണേ. നീലൻ പറഞ്ഞത് കേക്ക. ഇല്ലാച്ച ആ തീയിലേക്ക് ഞാനും വീഴും. കാണോ അടാ മോനെ. നീല,
ഹലോ, ഞാനിവിടം വിടുക. ചോദിച്ചു വാങ്ങിയൊരു ട്രാൻസ്ഫർ. പോകുന്നതിന് മുമ്പ് എനിക്ക് യാത്ര ചോദിക്കാൻ നിങ്ങൾ ഒരാളേ ഉള്ളൂ. ഞാൻ തനിച്ചല്ല വന്നത്. പക്ഷേ കൂടെയുള്ള കക്ഷി ഇവിടെ വരെ ഉള്ളൂ. ഡോക്ടർ ജാനകി അവളുടെ ഫ്യൂച്ചർ ജീവിച്ച് തീർക്കാൻ തീരുമാനിച്ചത് നിങ്ങളുടെ കൂടെയാണ്. എന്താ സുഹൃത്തെ, രാമൻ സീതയെ രാവണൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു? കഥയിൽ നിങ്ങളാണ് രാവണനെങ്കിൽ രാമൻ ചുറ്റിപ്പോവും സാർ. ഊതല്ലേ? നോ മാൻ, ഐ എം ടെല്ലിംഗ് ദ ട്രൂത്ത്. തീരുമാനം എന്റേതാണ്. മറുപടി തരേണ്ടത് കാർത്തികേയനാ. നിനക്കുള്ള മറുപടി ഞാൻ തരാം, ഞങ്ങള് തരാം. കൊല്ലം കുറെ നിന്റെ അച്ഛന്റെ നിഴലായി നടന്നതിന്റെ അധികാരാന്ന് കൂട്ടിക്കോ. ഇതാ നിന്റെ പെണ്ണ്. നീയും ഇവളും തമ്മിൽ ചേരും. അത് ശരി, എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത പരിപാടിയാ. സോറി, ഐ എം ഇൻ എ ഹറി. സോ വിഷ് യു ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. മിസ്റ്റർ SP. യെസ്. I wish you we wish you a happy Savari Giri Giri. കുത്തടി കുടവ ചുറ്റടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക്ക ചിക്കാം മുത്തെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക്ക ചിക്കാം പൂനിലാ തെല്ലുരുകുന്നേ മുഖത്തെങ്കൾ മൂടുവാൻ കണിക്കൊന്ന മഞ്ഞണിയുന്നേ മണിക്കമ്മൽ തീർക്കുവാൻ കുത്തടി കുടവ ചുറ്റടി ചിക്കാൻ ചിക്കാൻ ചെയ്ത പെണ്ണെ ചിക്ക ചിക്കാൻ മുത്തെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാൻ ചിക്കാൻ ചെയ്ത പെണ്ണെ ചിക്ക ചിക്ക